സുന്നി എന്ന് പറയാം. സുന്നി എന്ന് പറഞ്ഞാൽ ചിലർ പറയും ചാപ്പാട്ടറാമന്മാര്. ആർക്കും അവിടെ കാറ്റടിച്ചിട്ടുണ്ട്? തിന്നാത്ത മനുഷ്യന്മാരാരാ? അതൊക്കെ ഒരു ഇതാണല്ലോ. സുന്നികൾ എന്ന് പറഞ്ഞാൽ ഓൾക്ക് തിന്നണം. ആർക്കും അവിടെ കാറ്റടിച്ചിട്ട് ജീവിക്കണവരാരാ? എല്ലാവർക്കും തിന്നണം. അപ്പൊ സുന്നി എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക്, പ്രവൃത്തി, അനുവാദം, സൂചന, വൽ ജമാഅത്താകുന്ന സഹാബത്ത്, താബിഈ, തബഉ താബിഈങ്ങളിലൂടെ പരമ്പരാഗതമായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന പാർട്ടിയുടെ പേരാണ് സുന്നി. അഹ്ലു സുന്ന വൽ ജമാഅ. അഹ്ലു സുന്നത്തി വ സഹാബത്തി എന്നല്ലല്ലോ പറയുന്നത്, അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ വൽ ജമാഅ എന്തിനു പറഞ്ഞു? അത് നബിയുടെ സഹാബത്തിനെ മാത്രമല്ല, താബിഈകൾ, തബഉ താബിഈങ്ങൾ മുതൽച്ച് നമ്മളെ വന്യരായ ഉസ്താദുമാർ വരെയുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയാണ് വൽ ജമാഅ എന്ന് പറയുന്ന പ്രയോഗം കൊണ്ടുവന്നത്. അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ മാർഗം സ്വീകരിക്കാതെ നമുക്ക് വല്ല വകുപ്പുണ്ടോ? അപ്പൊ നമ്മളെ പൂർവികന്മാരായ ആളുകളെ സ്വീകരിക്കൽ അനിവാര്യമാണ് എന്ന് തീർച്ച. സഹോദര, ഇന്നെന്താ ദിവസം? ഓർമ്മയില്ലേട്ട. ഇന്നത്തെ ദിവസം എന്താ? ഇന്നത്തെ ദിവസത്തിന്റെ പേരെന്താ? ഇന്ന് നമുക്ക് ആർക്കും ഓർമ്മയില്ലേ? ഇതേതാ ദിവസം? ശനിയാഴ്ച. ശരിയാ, ഇന്ന് ശനിയാഴ്ചയാണ്. നിങ്ങൾ ആരടിക്കല അന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ്? ബുഖാരിയോ മുസ്ലിമിലോ ഖുർആനിലോ നോക്കി അന്ന് ശനിയാഴ്ച എന്ന് കിട്ടുമോ? ഇല്ല. ഇന്ന് ശനിയാഴ്ച എന്നുള്ളേക്ക് എന്താ തെളിവ്? ഇന്നലെ വെള്ളിയാഴ്ച ആയിരുന്നു അല്ലേ? അപ്പൊ പൂർവികനായ വെള്ളിയാഴ്ച ഉണ്ടായതുകൊണ്ടാണ് പിൻഗാമിയ എന്ന ശനിയാഴ്ചക്ക് നിലനിൽപ്പുള്ളത്. ഇതിന് വാദപ്രതിവാദത്തിന്റെ ആവശ്യമുണ്ടോ? പിൻഗാമിയാകുന്ന ശനിയാഴ്ച എന്ന് പറയുന്ന ആളിവിടെ ഉണ്ടാകാൻ ഇതിന്റെ തെളിവെന്താ? മുൻഗാമിയാകുന്ന വെള്ളിയാഴ്ചയാ. ഇന്നലെ വെള്ളിയാഴ്ചയാണോ എന്നുള്ളതിക്ക് തെളിവോ? അതിന്റെ തലേനാള് വ്യാഴാഴ്ചയായിരുന്നു. മുൻഗാമിയാകുന്ന വ്യാഴാഴ്ചനെ അംഗീകരിക്കാതെ പിൻഗാമിയാകുന്ന വെള്ളിയാഴ്ചക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മുൻഗാമികളായ മഹത്തുക്കളെ അംഗീകരിക്കാതെ പിൻഗാമികളാകുന്ന നമുക്ക് ഇസ്ലാമിന്റെ പേരിൽ അഡ്രസ് ഇല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ. ഈ യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാൻ സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ മുൻഗാമിനെ സ്വീകരിക്കൽ പിൻഗാമിക്ക് നിർബന്ധം. ഇവര് പറയുന്നല്ലോ ഈ തഖ്ലീദ് പാടില്ല, തഖ്ലീദ് പാടില്ല. ആര് പറഞ്ഞു തഖ്ലീദ് പാടില്ല? ഞമ്മളെ വാപ്പയാണെന്ന് ഉമ്മാനെ തഖ്ലീദ് ചെയ്യാതെ കിട്ടുമോ? ഉമ്മാനെ തഖ്ലീദ് ചെയ്യാതെ കണ്ട് നമ്മളെ വാപ്പയാണെന്ന് മനസ്സിലാക്കാൻ കഴിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്ക്. ഖുർആനിൽ പലയിടത്തും പറഞ്ഞില്ലേ, അഫലാ തഖിലൂൻ, ആലോചിച്ചൂടെ, ചിന്തിച്ചുകൂടെ? അഫലാ തതദബ്ബറൂൻ, ചിന്താശക്തിയില്ലേ?